നമ്മുടെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലായി പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ട്രിവാൻഡ്രത്ത് നിന്ന് രാത്രി 8:30-ക്കുള്ള അമൃത എക്സ്പ്രസിലാണ് ഞങ്ങൾ പാലക്കാടേക്ക് പോയത്. സൈലന്റ് വാലിയിലേക്ക് എത്താനായി ആദ്യം പാലക്കാട് നിന്ന് മണ്ണാർക്കാടേക്കുള്ള ബസ്സിലാണ് കയറേണ്ടത്. മണ്ണാർക്കാട് നിന്ന് ആനക്കട്ടിയിലേക്കുള്ള ബസ്സിൽ കയറി മുക്കാലി എന്ന സ്റ്റോപ്പിൽ ഇറങ്ങണം. മുക്കാലി ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ചു ദൂരം അകലെയാണ് സൈലന്റ് വാലിയിലേക്കുള്ള ആദ്യ എൻട്രി പോയിന്റ്. സൈലന്റ് വാലിയിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവർ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ 4 പേർക്ക് ജീപ്പ് ഫെയർ ഉൾപ്പെടെ 2945 രൂപയാണ് ആയത്. സാധാരണ കാടുകളിൽ കാണുന്ന ചീവീടുകളുടെ സാന്നിധ്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് നിശബ്ദ താഴ്വര എന്ന അർത്ഥം വരുന്ന സൈലന്റ് വാലി എന്ന പേര് ലഭിച്ചത്. കേരളത്തിന്റെ മഴക്കാടായ സൈലന്റ് വാലിക്ക് സൈലന്ത്രി വനം എന്ന മറ്റൊരു പേര് കൂടെയുണ്ട്. ചെറിയ മഴയുള്ള സമയങ്ങളിൽ ഇങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കുക. മഴയുള്ള സമയങ്ങളിൽ സൈലന്റ് വാലിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുന്തിപ്പുഴ ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയാണ്. കുന്തിപ്പുഴയിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കില്ല. ഫോറസ്റ്റ് ഓഫീസേഴ്സിന് മാത്രമേ അങ്ങോട്ടേക്ക് എൻട്രി ഉള്ളൂ. ഒരുപാട് പുതിയ കാഴ്ചകളാണ് ഈ സൈലന്റ് വാലി യാത്ര ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഒരു തവണയെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.